ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാവൂലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ്. അങ്ങനെ പോണു. പിന്നെ നമ്മൾ രണ്ടു ദിവസമായി ഇന്നലെ ഷോർട്സ് വീഡിയോ ഇട്ടിക്കണം കേട്ടോ. അല്ലാത്ത വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ടതാ. 2 ദിവസമായി നമ്മൾ ഇട്ട വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ കിടക്കുക. വ്യൂസൊക്കെ പറ്റ കുറവാണ്. ഇപ്പോൾ എന്ത് പറ്റിയാവോ? നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തവർക്കൊക്കെ ഇപ്പോൾ എന്ത് പറ്റിയാവോ? നമ്മൾ എപ്പോഴുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യോണ്ടിട്ടോ. ഇപ്പോൾ ഒക്കെ സാജിൻ്റെ വീഡിയോ ആണ് എല്ലാവരും കാണുന്നത്. നമ്മളും കുറേ ആയിട്ടോ വീഡിയോ ചെയ്യൽ തുടങ്ങിയിട്ട്. നിങ്ങളൊക്കെ ഒന്ന് വിചാരിച്ച നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകും. അപ്പോൾ ഇനി നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടി. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നുണ്ടോ. വെള്ളം തിളക്കണം, ഒച്ചയ്ക്കുന്നുണ്ട്. പൊടിയിട്ട് വരട്ടെ. ഇതട്ടോ നമ്മളെ അനു വന്നിക്കണം കേട്ടോ. ആങ്ങളുടെ കുട്ടി കേട്ടോ, ചെറിയ കുട്ടി, മൂന്നാമത്തെ. ആയി കൊടുത്ത ഫോണിക്ക് ആയി കൊടുക്കേ. ആയി കൊടുക്കൂലേ? ഇങ്ങനെ കൊടുത്ത അല്ലെ? കാണുന്ന അമ്മേനെ കാണുന്നുണ്ടോ? വീഡിയോയിലെ അമ്മേനെ കാണുന്നുണ്ടോ? ചായ വേണം? മുട്ടായി വേണം? എടുക്ക പോണ്. നമ്മളും സാജിൻ്റെ വീഡിയോ ഒക്കെ കാണലുണ്ട് കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എപ്പോഴും കണ്ടിരുന്നു, ഇപ്പോഴും കാണലുണ്ട്. എന്താ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവസ്ഥയല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഓള് കഴിച്ചിലായി. അങ്ങനെ ഓള് പെട്ടെന്ന് വൈറലായല്ലോ. ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ഓരോരുത്തർ അങ്ങനെ വീഡിയോ ചെയ്യണം. നമ്മൾ പിന്നെ ആരെയും കുറ്റം പറയാനും ഇതിനൊന്നും പോണില്ല എന്തായാലും. അപ്പം അങ്ങനെ ജീവിച്ചുമ്പോഴേ അതിൻ്റെ അവസ്ഥയൊക്കെ അറിയുള്ളൂ. നമ്മൾക്കൊരു സപ്പോർട്ടില്ലാതെ നമ്മൾ ജീവിച്ചുമ്പോഴാണ് നമുക്ക് ആരുമില്ലാത്ത അവസ്ഥനെ പറ്റിയൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഇനി ചായ എടുക്കാൻ പോട്ടെ കേട്ടോ. കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അച്ചപ്പം കൊടുന്നതുണ്ട്, അതും ചായയും കുടിച്ച. അച്ചപ്പെടുത്തും കൊണ്ട് മണ്ടരുണ്ട് കേട്ടോ. കുഞ്ഞോളപ്പം കാണിച്ചു കൊടുത്ത ആയി പറയില്ലേ? അതിലുണ്ട് വാപ്പുണ്ടതില്. ഇതാരണ്യ അമ്മയ്യ. ഇപ്പം ചായ കുടിച്ചാണ് കേട്ടോ. നല്ലൊരു ചായ കിട്ടണം ഈ സമയത്ത്. ഒരു 5 മണിയാകുമ്പോൾ ഒക്കെ നല്ല ചൂടില്ല ചായ കിട്ടണം. ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ, ചങ്കിൽ തൈറോയിഡിൻ്റെ മുഴ എടുത്ത് കളഞ്ഞിരിക്കണം കേട്ടോ. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ മുതൽക്ക് ചങ്കിന് എന്തോ ഒരു കടന്ന് നീച്ചുമ്പോൾ, അപ്പം ചൂടില്ലേ കുടിച്ചുമ്പോൾ ഒരു സുഖമാണ്. സാജിക്ക് അതേമാതിരി തൈറോയിഡിൻ്റെ ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഞാനുള്ള നമ്പറൊക്കെ എടുത്തു വിളിച്ചു, വിവരങ്ങളൊക്കെ ചോദിച്ചൊക്കെ ശരിയാണ്. പിന്നെ നേരിട്ട് കാണണമെന്നൊക്കെ എഴുതിയിരുന്നു. പിന്നെ അതിനൊന്നും പറ്റിയിട്ടില്ല. കുറേ ദൂരെയല്ലേ, മണ്ണാർക്കാടോ ഒറ്റപ്പാലൻ്റെ പറഞ്ഞു വന്ന് സ്ഥലപ്പേരൊക്കെ. അപ്പോൾ യൂട്യൂബ് തുറന്നാൽ സാജിൻ്റെ വിഷയങ്ങളുള്ളൂ അല്ലേ. ഏതായാലും ഒന്നും പറയാതിരിക്കുക ആരും. എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരത്തിനൊക്കെ നമ്മൾ പറയും ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ കൂലിയൊന്നും പിന്നെ നമുക്ക് കിട്ടൂല. കല്യാണമൊക്കെ നിക്കാഹ് കഴിഞ്ഞിരിക്കണമെന്നും നിക്കാഹ് കഴിഞ്ഞിട്ടില്ലാന്നും ഒക്കെ പറയുന്നുണ്ട്. അള്ളാഹു ആയാലും പഠിച്ചവനെ ഹൈറാക്കട്ടെ. ചെറിയ മക്കളല്ലേ, 4-5 മക്കളെ പോറ്റണ്ടേ. അപ്പം ഇനി ചായ അടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലിരുന്നല്ലേ വീഡിയോ ചെയ്യല്ലാതെ നമ്മൾ പുറത്തൊന്നും അങ്ങനെ പോക്കില്ല. എപ്പോഴെങ്കിലും വല്ല ഹോസ്പിറ്റൽ കേസ് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്തിറങ്ങലുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഇപ്പം എന്താ, പുറത്തേക്ക് ഒന്നും പോക്കില്ല. പിന്നെ കുട്ടികളും കളി രസമൊക്കെ ഉണ്ടാകാൻ പെണ്ണും കുട്ടികളും വരുമ്പോഴാണ്. പിന്നെ ഇപ്പോൾ ആങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ട്, ഓരൊക്കെ ചെറിയ കുട്ടികളല്ലേ. ഒരു പേരും മിഠായി എന്തെങ്കിലും മേടിച്ച് ഓൽപ്പം വണ്ടി അച്ചപ്പം വാങ്ങിക്കൊണ്ട് പോയി. 2 കുട്ടികളും എരുത്തി 2 ആങ്ങളാരെ വരണ്ട്. ഒക്കെ ആങ്ങളാരൊക്കെ അടുത്ത് തന്നെ കേട്ടോ, വെറിയൊന്നുമില്ല.
കുഞ്ഞോള് പിന്നെ ചായ കുടിച്ചില്ല. കുഞ്ഞോള് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി കുടിച്ചാണ്ട് കുഞ്ഞോളെ അതിലെ വെക്കും. അമ്മായിയാളെ എടുത്തിട്ട് വെക്കും. ഞാനവിടെ കറക്കിയായിരുന്നു. ഇപ്പോൾ നീച്ചെന്നിങ്ങാണ്ട് ചായ ഉണ്ടാക്കട്ടെ എഴുതിങ്ങാണ്ട് അങ്ങനെ ചായ ഉണ്ടാക്കാൻ നിന്നത്. എന്നാൽ ആയിക്കോട്ടെ, ഇനി ബാക്കി എന്തേലും പറ്റുന്ന റെസിപ്പിയും കൊണ്ട് വരണ്ട്. അടുക്കളയ്ക്ക് വരികയാണ് കേട്ടോ. ചായ ഉണ്ടാക്കട്ടെ. ചായക്ക് വെള്ളം വെക്കട്ടെ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയല്ലേ, പക്ഷെ തണുപ്പൊന്നും ഇല്ലല്ലോ. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നു കേട്ടോ. നമ്മളെ ചപ്പാത്തി കുറച്ചുണ്ട് കേട്ടോ. ഇന്നലെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ കുറച്ച് ചപ്പാത്തി പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. ഇന്നലെ ചുട്ടീൻ്റെ ബാക്കി. അപ്പോൾ ആ ചപ്പാത്തി തന്നെ ഇന്ന് ചുടുന്നത്. വേറെ കടിയൊന്നും ഉണ്ടാക്കണില്ല. ബീഫ് കറി ഉണ്ട് കേട്ടോ. കുറച്ച് ബീഫ് കറി ഉണ്ട്. കുറച്ച് ആളുള്ളൂ, ഞാൻ കുഞ്ഞോളുള്ളല്ലോ. അപ്പോൾ പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് 2 ദിവസത്തിന് തന്നെ ഉണ്ടാവും. ചോറ് കുറച്ച് ചോറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. രാത്രി ചോറൊന്നും ചിലവായിട്ടില്ല. ഇന്നലെ ഞാൻ എണ്ണ കാച്ചിയതാട്ടത്. നല്ല കറുപ്പുണ്ടല്ലേ. കഞ്ഞുണ്ണി, പിന്നെ മുരിങ്ങൻ്റെ ഇല, കുറേ സാധനങ്ങളുണ്ട്. ചെമ്പരത്തിപ്പൂവ്, ചെറിയ ഉള്ളി, പിന്നെ ഇപ്പം എന്താണ് കറ്റാർവാഴ ഒക്കെ കൂട്ടി കാച്ചിയ എണ്ണ കേട്ടോ. താരന്, മുടി കൊഴിച്ചിൽ ഒക്കെ മാറും. ഇടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കും. പിന്നെ കുറേ ദിവസത്തിനുണ്ടാവും. കുറേ ദിവസത്തിനല്ല, 2-3 മാസത്തിന് തന്നെ ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ എണ്ണ തേക്കല. ഇച്ചിരി തരി താരം കേട്ടോ. അപ്പോൾ തല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ എണ്ണാച്ചി തേച്ചാൽ ആ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. കുറച്ച് ചീരുള്ളി കൂട്ടണം. പിന്നെ കുറച്ച് ഉലുവ കുതിർത്തി കൂട്ടാം. ഉലുവ ഞാൻ കൂട്ടിയിട്ടുണ്ടായില്ല. ഉലുവ പിന്നെ ഞാൻ മറന്നു. അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ചപ്പാത്തി ഒക്കെ ചുട്ടു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വർത്താനങ്ങൾ ഞാൻ നിങ്ങൾ കുറച്ച് നേരം വർത്താനം പറയാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് പിന്നെ ഗരം മസാല പൊടിച്ചിട്ട് കേട്ടോ. നമ്മൾ ഗരം മസാല പൊടിച്ചൊക്കെ കഴിഞ്ഞിരിക്കും. ഞാൻ കുറച്ച് പൊടിച്ചാൽ തന്നെ ഉണ്ടാവും കുറേ ദിവസത്തിന്. നമ്മളൊന്നും എപ്പോഴൊന്നും ബിരിയാണി ഉണ്ടാക്കൂലല്ലോ. പല ചോറുകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണല്ലേ. കുറച്ച് ഒരു 10 മണി കുരുമുളക് ഇട്ടിട്ടുണ്ടോ. ഇനി കുറച്ച് ഏലക്കായ ഇട്ടിട്ടോ. കുറച്ച് കറാമ്പൂ ഓരോ 10-15 ഒക്കെ ഉണ്ട്. കുറച്ച് വലിയ ജീരകം, 2 സ്പൂൺ വലിയ ജീരകം കേട്ടോ. ബിരിയാണി മസാലൻ്റെ പാക്കറ്റ് കേട്ടോ. ഇതിക്കാണ് ഇപ്പോൾ അതൊക്കെ കൂട്ടി. ഇതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പട്ട, വലിയ ജീരകത്തിൻ്റെ ഇതിലുണ്ട്. ഇത് കറാമ്പൂ 1-2 ഏലക്കായ ഉണ്ട്. കറാമ്പൂ അല്ല, എന്താ പറഞ്ഞാൽ മറ്റേ എന്തൊക്കെ എനിക്ക് പേരുണ്ടല്ലോ, വെച്ചിപ്പോൾ കിട്ടണില്ലല്ലോ പറയാൻ. സ്റ്റാറോ എന്താ വെട്ടിക്കണേ, എന്തൊക്കെ സ്റ്റാർ തന്നെയാണല്ലേ. പേരിനൊക്കെ ഉണ്ട്. കുറച്ച് പട്ടുണ്ട്. ജാതിപത്രി ഒന്നും ഇല്ല കേട്ടോ. ജാതിക്കട്ടോ, അതിൻ്റെ തോട് കളഞ്ഞിടുകയാണ്. രണ്ട് ജാതിക്കൊക്കെ കൂട്ടണ്ടേന്. ഇതിലാകെ ഒന്നുള്ളൂ. മറ്റേ അവിടെ കൊടുന്നച്ച ഉണ്ടാവലുണ്ട്. അപ്പോൾ അതും ഇല്ല. ഏതായാലും ഇല്ലതൊക്കെ കൂട്ടി കണ്ട് പൊടിച്ചട്ടെ. ഇതിവിടെ വേറെ കൊണ്ടുവച്ചാട്ടോ. കുറച്ച് പട്ട കൂട്ടട്ടോ. സജീരകം വേണം. ഇങ്ങനെ വാങ്ങണ പാക്കറ്റിൽ ഇങ്ങനെ ഒരു പാക്കറ്റ് സജീരകം ഉണ്ടാവും. അതില്ല. ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടേ ഒന്ന് പൊടിച്ചേക്കണം.